Okay, praise the Lord. And I greet you all in the precious name of our Lord and Savior Jesus Christ. And as we continue to study from the book of Revelation, as I told you in the first class itself that about the word revelation, we were discussing about the word revelation. Revelation, അല്ലെങ്കിൽ വെളിപ്പാട് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ സംസാരിക്കാനിടയായി. Because we read in Revelation chapter 1 verse 1 that these revelations are given to Apostle John, which is known as the Apocalypse of John. അതായത് യോഹന്നാന്റെ വെളിപ്പാട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വെളിപ്പാടുകൾ യോഹന്നാന് കൊടുക്കുകയും ആ യോഹന്നാനാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ തക്കണം ഇവിടെ ആയിത്തീർന്നു. സോ ദ ഗ്രീക്ക് വേർഡ് അപ്പക്കാലിപ്സ് ഈസ് യൂസ്ഡ് ഹിയർ ഫോർ ദ വേർഡ് റെവലേഷൻ, which means unveiling the mysteries, or you can say revealing the hidden things, or unlocking the facts, or to pull the lid of something. അതായത് മറഞ്ഞിരിക്കുന്ന ചിലതിനെ വെളിപ്പെടുത്തി കാണിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അൺലോക്ക് ചെയ്യുക, ചില സത്യങ്ങളെ അൺലോക്ക് ചെയ്തിട്ട് തുറന്ന് കാണിക്കുക എന്നുള്ളതായിരിക്കുന്ന അർത്ഥത്തിലും, അതുപോലെ ചില വിഷയങ്ങളുടെയൊക്കെ അടപ്പ് തുറന്ന് അത് കാണിക്കുക, ടു പുൾ ദ ലിഡ് ഓഫ് സംതിങ്, അത് തുറന്ന് കാണിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് ഈ അപ്പോകാലിപ്സ് എന്നുള്ളതായിരിക്കുന്ന പദം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. Now, in the upcoming classes also we'll be dealing with the title called eschatology. It is from chapter 4 to 22. So tonight as we are starting with the eschatology എന്നുള്ള വിഷയം, അല്ലെങ്കിൽ എന്താണ് അന്ത്യകാല ശാസ്ത്രം എന്നുള്ളതായിരിക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ബേസിക്കലി ചിന്തിക്കേണ്ടത് 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെയും ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. Like the study about the last events or the future events. Eschatology means the study about the last events or future events. So we'll be dealing with the prophecies and the events of the last days in this portion. So some of these events, which include rapture of the church, the second coming of Christ, the tribulation, the millennial kingdom, and the future judgment. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നതാണ് ഈ എസ്കറ്റോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് സഭയുടെ ഉൽപ്രാപണം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മടങ്ങി വരവ്, ട്രിബുലേഷൻ, അതായത് ഗ്രേറ്റ് ട്രിബുലേഷൻ, അതായത് മഹോപദ്രവ കാലഘട്ടം, മില്ലേനിയൽ കിങ്ഡം, അതായത് 1000 വർഷത്തെ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ഈവൻസ്, ഫ്യൂച്ചർ ജഡ്ജ്മെന്റ്, ഇനി സംഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന ന്യായവിധികളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു വിഷയത്തിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സോ എസ്കറ്റോളജിക്കൽ സ്റ്റഡി എന്ന് പറയുന്നത് 4-ാം അധ്യായം തൊട്ടങ്ങോട്ട് നമ്മൾ 22-ാം അധ്യായം വരെ പോകുമ്പോഴും അതാണ് കാണാൻ സാധിക്കുന്നത്. So we need to understand one thing. The primary books of the Bible pertaining to end-time prophecy are the book of Daniel, the book of Ezekiel, and the book of Revelation. ഈ പ്രധാനപ്പെട്ട ബുക്കുകളാണ് വെളിപ്പാട് പുസ്തകം, അതുപോലെ തന്നെ എസെക്കിയേലിന്റെ പുസ്തകം, ദാനിയേലിന്റെ പുസ്തകം. ഇതിലൊക്കെ കൂടുതലായിട്ടും ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രൊഫസീസ് അടങ്ങിയിരിക്കുന്ന വിഷയങ്ങളാണ്. എൻഡ് ടൈമിലുള്ളതായിരിക്കുന്ന പ്രൊഫസീസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബുക്കുകളായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ട്. But to get the clear idea about these future events, basically we are reading the book of Revelation chapter 4 to 22. And we are trying to refer the books of Daniel and Ezekiel for more clarity and sometimes, the authenticity of the prophecies of the Bible. So we are getting more authenticity of the prophecies of the Bible when we compare with the book of Daniel and Ezekiel also. Because there are a lot of points that we could see in these books regarding what is going to happen in future, or what is going to happen at the end time. So that is known as the eschatology. But before we get into the title, let me give you some suggestions and informations about how deep and how controversial is the topic called eschatology. Eschatology എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നതിൽ ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, എന്താ പറയുന്നത്, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് എസ്കറ്റോളജി. സോ വി നീഡ് ടു ഗെറ്റ് സം സജഷൻസ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് the eschatology, the topic eschatology, before we go into it. So, and also, how can we easily understand the plain meaning of the prophecies of this book?
about the future events. അപ്പോൾ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന പ്രവചനങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ കാര്യങ്ങൾ ഒരു പ്ലെയിൻ മീനിങ്ങിൽ നമ്മൾ മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കും? ഇപ്പം ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ ഇതിനകത്ത് കിടക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിരിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ പ്ലെയിൻ മീനിങ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്. So how we are able to easily understand the plain meaning of the prophecies of this book and also about the future events. To understand that, we are going to look into what are the important informations that we need to know about the book of Revelation. The first point is the controversial topics, the controversial topics. So that is the first thing that we need to understand. എന്താണ് ഒത്തിരി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ എസ്കറ്റോളജി എന്ന് പറയുന്നത്. വി നോ ദാറ്റ് ദർ ആർ മെനി ടോപ്പിക്സ് ഇൻ ദിസ് ബുക്ക് ഈവൻ വിച്ച് വി കനോട്ട് മേക്ക് എ സിമ്പിൾ കൺക്ലൂഷൻ വിത്ത് അവർ ലിമിറ്റഡ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി. സോ നമ്മുടെയൊക്കെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്കൊരിക്കലും അത് വെച്ചിട്ട് നമ്മുടെ ആ കപ്പാസിറ്റി വെച്ചിട്ട് ഇങ്ങനെയുള്ളതായിരിക്കുന്ന പ്രൊഫറ്റിക്കലായിരിക്കുന്ന ടേംസും പ്രൊഫറ്റിക്കലായിരിക്കുന്ന വേർഡ്സും ഒന്നും നമുക്ക് ഒത്തിരി ഡിഫൈൻ ചെയ്യാനോ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ ആയിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇറ്റ്സ് നോട്ട് ഈസി ടു മേക്ക് എ സിമ്പിൾ കൺക്ലൂഷൻ ഫോർ every prophetical words and every prophetical verses that different prophets were prophesying. But today we see various debates and arguments about some of the controversial topics in the Bible. You can see in the social media, which does not have any use at all. Like ഒത്തിരി കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് എടുത്തുകൊണ്ട് ഒത്തിരി സംസാരിക്കുകയും ഡിബേറ്റ്സ് ഒക്കെ നടത്തുകയും ചെയ്യുന്നതായിരിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒത്തിരി ഒന്നും അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നില്ല. കാരണം ഒത്തിരി ഡിബേറ്റ് നടത്താവുന്നല്ലാതെ ഒരു വിധത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് പലപ്പോഴും പലർക്കും എത്താനായിട്ട് സാധിക്കുന്നില്ല. ബട്ട് വാട്ട് ഈസ് അവർ ഫോക്കസ്? അവർ ഫോക്കസ് ഈസ് നോട്ട് ടു ഗെറ്റ് ഇൻ ടു എ കോൺട്രവേഴ്സറി, റാദർ അവർ ഫോക്കസ് ഈസ് let's try to know the plain meaning of the prophecy, which may encourage us to move forward in the strong faith in Jesus Christ. ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഓർക്കുക, നമ്മളൊരിക്കലും ഈ ഒരു പഠനം ചാപ്റ്റർ 4 തൊട്ട് 22 വരെയുള്ളതായിരിക്കുന്ന പഠനം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കോൺട്രവേഴ്സറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ കോൺട്രവേഴ്സറിക്ക് പോയി കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായങ്ങളാണ്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. When you read Bible, need to understand what is the plain meaning of that prophecy. അല്ലെ, 4 തൊട്ട് 22 വരെയും പ്രൊഫറ്റിക്കൽ വേർഡ്സ് ആണ്, പ്രൊഫറ്റിക്കൽ ടേംസ് ആണ് യൂസ് ചെയ്യുന്നത്. അതെല്ലാം ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒത്തിരി ഒന്നും നമ്മൾ അതിനകത്ത് കോൺട്രവേഴ്സികളിലോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ബട്ട് വി നീഡ് ടു നോ ദ പ്ലെയിൻ മീനിങ് ഓഫ് ദ പ്രൊഫസി. ദാറ്റ് വിൽ എൻകറേജ് us to move forward in the strong faith in Jesus Christ. നമുക്ക് അത്രയും മാത്രം മതി. നമ്മുടെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഏത് നേരത്തും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് യാത്ര ചെയ്യാനുള്ളതായിരിക്കുന്ന കൃപ നമുക്ക് ലഭിക്കണം. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെടാതെ, നമുക്ക് ഈ വിശ്വാസത്തിൽ തന്നെ മുൻപോട്ട് യാത്ര ചെയ്യാനുള്ളതായിരിക്കുന്ന അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതായിരിക്കും നമ്മുടെ ഫോക്കസ്. ആൻഡ് വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി സ്റ്റഡീസ് ഇൻ ദ സെക്കൻഡ് പോയിന്റ് ഈസ് ദ ഡിഫിക്കൽട്ടി ഇൻ ഇൻ്റർപ്രിട്ടേഷൻ. ഡിഫിക്കൽട്ടി ഇൻ ഇൻ്റർപ്രിട്ടേഷൻ, അതായത് ഇത് എന്താണ്, ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്, വ്യാഖ്യാനിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന ചില ഭാഗങ്ങൾ നമുക്ക് ഈ ഭാഗത്തൊക്കെ നമ്മൾ കാണാൻ പോവാം. ലൈക്ക് interpreting a prophetical message and a revelation which a prophet received from God long ago is really a risky thing. And even it's not easy to do that. അല്ലേ, അനേക വർഷങ്ങൾക്ക് മുൻപ്, 12,000 വർഷങ്ങൾക്ക് മുമ്പ്, അതിൽ കൂടുതൽ വർഷങ്ങൾക്ക് മുൻപൊക്കെ പ്രവാചകന്മാർക്ക് ലഭിച്ചിരുന്നതായ ഒരു ദർശനം അല്ലെങ്കിൽ ഒരു വെളിപ്പാട് അല്ലെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ്, അതിനെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ആദ്യമേ നമ്മളങ്ങ് മനസ്സിലാക്കണം. അല്ലാതെ സ്തോത്രം, അവരിങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, പല വിധത്തിലാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പോയാൽ തന്നെ നമുക്കൊരു കൺക്ലൂഷൻ എത്താനായിട്ട് ഒക്കത്തില്ല. So we need to understand interpreting a prophetical message or a revelation
which the prophets were receiving from the Lord long ago, many years ago, is a risky thing. Okay, even it's not easy to do that, but we need to have the sufficient evidence and also sufficient support from the whole Bible to interpret a prophecy. ഒരു പ്രൊഫസി നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ, വ്യാഖ്യാനിക്കുമ്പോൾ, നമുക്ക് ഒരിക്കലും ഒരൊറ്റ വാക്യം എടുത്തുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ആ ഇന്റർപ്രിട്ടേഷൻ്റെ അകത്ത് എന്തൊക്കെ വേണം? നല്ലൊരു സപ്പോർട്ട്, അത് ഹോൾ ബൈബിളിൽ നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ യഥാർത്ഥ മീനിങ് എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. So I personally believe it is better to avoid thinking and interpreting and sometimes making a conclusion on the topics, especially the prophecy. Okay, the prophecy means about the future events. If there is no sufficient references which we can quote from the other books of the Bible, മറ്റ് ബൈബിളിൻ്റെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് നമുക്കെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഒന്ന് റെഫറൻസ് നോക്കാനായിട്ട് കോട്ട് ചെയ്യാനായിട്ട് പറ്റാത്ത വാക്യങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫസീസ് ആണെങ്കിൽ, അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട്. സോ there is a difficulty in interpreting the prophetical words and prophetical messages and revelations. That is the second problem. And the third thing is the literal and spiritual context and meanings. ലിറ്ററൽ ആൻഡ് സ്പിരിച്വൽ കോണ്ടെക്സ്റ്റ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ്. അതായത് ഒരു ലിറ്ററലി അക്ഷരികമായിട്ടുള്ളൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇപ്പം ആ പ്രൊഫസി അവിടെ പറയുന്ന ഉടനെ ആ പ്രൊഫസിക്ക് ലിറ്ററലി അവിടെ അക്ഷരികമായിട്ടും ഒരുപക്ഷെ ഫുൾഫിൽ ആകാനിരിക്കുന്നതായിരിക്കുന്ന അക്ഷരികമായിരിക്കുന്ന ഒരു കാര്യം അവിടെ കാണും. ബട്ട് അതേ സമയം തന്നെ ദർ ഇസ് എ സ്പിരിച്വൽ കോണ്ടെക്സ്റ്റ് ഓൾസോ ആൻഡ് ദർ ഇസ് എ മീനിങ് ഫോർ ദാറ്റ്. അല്ലേ, ഒരു സ്പിരിച്വൽ ആത്മീകമായിരിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് അതിനകത്തുണ്ട്. ദെൻ അതിനൊരു അർത്ഥമുണ്ട്. അപ്പം ഇത് മൂന്നും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, there are many symbols in Bible, in prophecy. There are many images in this book. There are many figures and allegorical statements in this revelation. അല്ലേ, ഇതൊക്കെ നമ്മൾ കാണാൻ പോവാം. എന്താണ്? സിംബൽസ് ഉണ്ട്, ഉപമാനങ്ങളുണ്ട്, ഇമേജസ് ഉണ്ട്, ഓരോരോ പിക്ചേഴ്സ് നമ്മൾ കാണാൻ സാധിക്കും. ഒത്തിരി ഫിഗേഴ്സ് ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, അല്ലേ, നമ്പേഴ്സ് ഉണ്ട്. ദെൻ അലിഗോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഈ ബുക്ക് ഓഫ് റെവലേഷനകത്ത് അലിഗോറിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ അത് സാദൃശീകരിച്ചു കൊണ്ട് എഴുതിയിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി എടുക്കുമ്പോൾ ലിറ്ററൽ മീനിങ് ഉണ്ട്, സ്പിരിച്വൽ മീനിങ് ഉണ്ട്, കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ മീനിങ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കണം. ആൻഡ് ഓൾസോ വി വിൽ ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ആൻഡ് വി വിൽ ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദോസ് ഫിഗേഴ്സ്. ഒരു ഫിഗറിനെ കുറിച്ച് അല്ലെങ്കിൽ ഇമേജിനെ കുറിച്ച് പറയുന്ന ഉടനെ വാട്ട് ഈസ് ദ ലിറ്ററൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദറ്റ് ഇമേജ് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അല്ലേ, ഒരു എന്താ പറയുന്ന ഒരു ഫിഗറിനെ എടുത്താൽ സിമ്പിൾ കാണിക്കാൻ, നമ്പർ കാണിക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദാറ്റ് നമ്പർ ഇൻ ദറ്റ് പെർട്ടിക്കുലർ പോർഷൻ. ഇതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ദെൻ ഓൺലി വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ why these things are mentioned in this book in this particular way. ഇതിൻ്റെ സ്റ്റൈലേ വ്യത്യാസമാണ്. അല്ലേ, ബുക്ക് ഓഫ് റെവലേഷൻ എഴുതിയിരിക്കുന്ന പ്രൊഫറ്റിക്കൽ വേർഡ്സ് എഴുതിയിരിക്കുന്നത് ഒത്തിരി സ്റ്റൈൽ വ്യത്യാസമാണ്. മറ്റ് ബുക്സ് ഒന്നും എഴുതിയതുപോലെ അല്ല എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവകൃപയോടെ തന്നെ, പ്രാർത്ഥനയോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ തന്നെ കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ടും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുക. ആൻഡ് ദ ഫോർത്ത് തിങ് ഈസ് ദ വെറാസിറ്റി ഓഫ് ബൈബിൾ സ്കോളേഴ്സ് ഒപ്പീനിയൻസ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ വെളിപ്പാട് പുസ്തകത്തെ തന്നെ ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ട് ഒത്തിരി ബൈബിൾ സ്കോളേഴ്സ് ഉണ്ട്. ആ ബൈബിൾ സ്കോളേഴ്സിനെല്ലാം അവരുടെ അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസമാണ്. ഓരോ ബൈബിൾ സ്കോളേഴ്സിനെ കുറിച്ച് നോക്കിയാലും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. ഓരോ വിഷയങ്ങൾ എടുക്കുക. അതാ വെളിപ്പാട് പുസ്തകത്തിന് 4-ാം അധ്യായം തൊട്ട് വേണ്ട 3-ാം അധ്യായം വരെ ഉള്ളതിൻ്റെ ഒത്തിരി അഭിപ്രായങ്ങളുണ്ട്. 4-ാം അധ്യായം തൊട്ട് 22-ാം അധ്യായം വരെ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ കാണും. ഓക്കെ, പക്ഷേ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് there are many topics which even many of the Bible scholars couldn't unanimously come to a conclusion. അതായത് ഒത്തിരി വേദഭാഗങ്ങളും ഈ വെളിപ്പാട് പുസ്തകത്തിലെ പ്രൊഫറ്റിക്കൽ വേർഡ്സിനകത്ത് ബൈബിൾ സ്കോളേഴ്സിന് പോലും ഒരുമയോടുകൂടെ അല്ലെങ്കിൽ ഒത്തൊരുമയോടുകൂടെ ഒരുമിച്ച് നിന്നുകൊണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരു കൺക്ലൂഷനിൽ എത്താനായിട്ട് സാധിക്കാത്ത ഒത്തിരി ടോപ്പിക്സ് ഇതിനകത്ത്
ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഓർത്തഡോക്സ് ബൈബിൾ സ്കോളേഴ്സ് ആർ there, Catholic Bible scholars are there, Protestant Bible scholars are there, Pentecostal Bible scholars are there, Baptist Bible scholars are there, and there are many individual Bible scholars are there. അപ്പം ഒത്തിരി 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 ബൈബിൾ സ്കോളേഴ്സ് ഇന്ന് ലോകത്തിലുണ്ട്. ഇവർക്കെല്ലാം ഇതിനെക്കുറിച്ചൊക്കെ ഓരോ അഭിപ്രായങ്ങളും കാണുമായിരിക്കും. ഇതൊന്നും നമ്മുടെ വിഷയം അല്ല. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അവരവരൊക്കെ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ചിലപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ചിന്തിച്ചേക്കാം, വ്യൂസൊക്കെ നമ്മൾ നോക്കിയേക്കാം. പക്ഷേ നമുക്കതിനകത്തുനിന്ന് എന്ത് പ്ലെയിൻ മീനിങ്ങാണ് ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ എന്ത് പ്ലെയിൻ ആയിട്ടുള്ള മീനിങ് ആണ് ലഭിക്കുന്നത്? അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിരിക്കുന്നത് അതാണെന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. ആൻഡ് ദ ഫിഫ്ത്ത് തിങ് ഈസ് ഡിസ്കാർഡ് ഡിനോമിനേഷണൽ വ്യൂസ്. ഡിസ്കാർഡ് ഡിനോമിനേഷണൽ വ്യൂസ്. ഈ ഡിനോമിനേഷണൽ വ്യൂസ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമുള്ള കാര്യമാണ്. എന്താണെന്നറിയാമോ? there are various denominations in disagreement with some of the future events. ഈ ഡിനോമിനേഷൻ ഒക്കെ ഈ ഫ്യൂച്ചർ ഈവൻസിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായ നിലകളിലാണ്, വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്, ഒത്തിരി ഡിസഗ്രീമെന്റ്സ് അവരുടെ ഇടയിലുണ്ട്. ഓക്കെ, there are various denominations, Christian denominations, and they are having many disagreement with many of the future events or the eschatological events. Okay, and some denominations strongly believe in something which they are never willing to make some amendment. എന്താ ഒരു വ്യത്യാസം വരുത്താൻ പറ്റാത്ത രീതിയിൽ ചില ഡിനോമിനേഷൻസ് ഒക്കെ ചിന്തിക്കുന്നത് അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഒരു ഡിനോമിനേഷൻ പറയുകയാണ് ഇതാണ് ഇതിൻ്റെ ശരി, ഇതാണ് ഈ പ്രൊഫസിയുടെ അർത്ഥം, ഇതാണ്, ഇത് ഇന്ന സമയത്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ ഒരു പ്രൊഫസിയെക്കുറിച്ച് ഒരു ഡിനോമിനേഷൻ പഠിപ്പിക്കുകയാണെങ്കിൽ ചില ആൾക്കാർ അത് തന്നെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യും. ഒരു അമെൻമെൻറ്റ്സിനും അവർ തയ്യാറില്ല, ഒരു ചേഞ്ചസിനും അവർ തയ്യാറില്ല. ഇപ്പം നമുക്ക് മനസ്സിലാകുകയാണ് കൂടുതൽ പഠിക്കുന്ന ഉടനെ ഇതായിരിക്കത്തില്ല, ഇതായിരിക്കാം അതിൻ്റെ അർത്ഥം എന്ന് നമുക്ക് മനസ്സിലായി കിട്ടുകയാണെങ്കിൽ പോലും അത് റിസീവ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹമില്ല. So we know there are some denominations, they strongly believe in something which they are never willing to make some amendment, or they are not willing to make any changes in that belief system. But our study is not to promote any of the denominational views or teachings. Rather, we are trying to understand what is the plain meaning of every prophetical verse or events which is going to happen in the future. So we will try to understand in that way. So that will be good for everyone. So the sixth thing is the confusions and misinterpretations by false teachers. ഇതൊരു വലിയ പ്രശ്നമാണ്. എന്താണെന്നറിയാമോ? ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകുക. അതായത് ഇനി സംഭവിക്കാൻ പോകുന്നതായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഫ്യൂച്ചർ ഈവൻസിനെ കുറിച്ച് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് ഈ ഫോൾസ് ടീച്ചേഴ്സ് കയറി വന്നിട്ട്, അല്ലെങ്കിൽ തെറ്റായി പഠിപ്പിക്കുന്ന കള്ള അപ്പോസ്തലന്മാരും ദുരുപദേശകന്മാരും ഒക്കെ വന്നിട്ട് അവരൊത്തിരി ഫോൾസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് ബൈബിളിനെ കോട്ടി മാറ്റി, അല്ലെങ്കിൽ ബൈബിളിൻ്റെ വചനങ്ങളെ അല്ലെങ്കിൽ പ്രൊഫറ്റിക്കൽ വേർഡ്സിനെ തിരുത്തി മറിക്കുന്നതായിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കിന്ന് മിക്ക ചർച്ചകളിലും കാണാൻ സാധിക്കുന്നുണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ the people are confused, when the false teachers are misinterpreting the prophetical words of the Bible, that will pull us down from the real truth of the Bible. എന്താ സംഭവിക്കുന്നത്? നമുക്കൊരു ശരിക്കും ഒരു ദൈവത്തിൻ്റെ വചനത്തിനകത്തൊരു റിയൽ ആയിട്ടുള്ള ട്രൂത്തിൽ വിശ്വാസമുണ്ട്, അല്ലേ? ഒരു യാഥാർത്ഥ്യത്തിനകത്ത് നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷെ നമ്മളെ അതിൽ നിന്ന് താഴെ ഇട്ടിട്ട് തെറ്റായ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കൺഫ്യൂഷൻ്റെ ഒരു ആത്മാവ് ഇന്ന് വ്യാപരിക്കുന്നുണ്ട് ക്രിസ്തീയ മണ്ഡലത്തിൽ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം ഈ ഭാഗങ്ങൾ ചിന്തിക്കാനായിട്ടും പഠിക്കാനായിട്ടും. നമ്മുടെ ആത്മാവുമായിട്ട് ബന്ധപ്പെടാത്ത കാര്യങ്ങളൊന്നും അധികം നമ്മൾ ഇടപെടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ പോകാനോ നമ്മുടെ രക്ഷയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളല്ല നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ രക്ഷയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഉണർത്തുന്ന, നമ്മളെ ധൈര്യപ്പെടുന്ന ചിന്തകളിലേക്ക് പോകാനായിട്ടാണ് കൂടുതലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ വാട്ട് ഈസ് ദ സെവൻത് പ്രോബ്ലം? സെവൻത് പ്രോബ്ലം ഈസ് ഫോക്കസ് ഓൺ ദ മെയിൻ തീം ഓഫ് ദ ബുക്ക്. ഓക്കെ, ഫോക്കസ് ഓൺ ദ മെയിൻ തീം ഓഫ് ദ ബുക്ക്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് എന്താണോ? ജീസസ് ക്രൈസ്റ്റ് ആണ്. അവിടേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമുക്ക് ഫോക്കസ് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം. Okay, so we have many things to focus when we go through the book of Revelation.
But at the same time, we people of God, we the believers of Jesus Christ, we are supposed to focus always on the main theme of the book. What is the main theme of the book? Jesus Christ is the main theme of the book. Without Jesus, we can't go into the book of Revelation. We can't study the book of Revelation. യേശുക്രിസ്തുവിനെ മാറ്റിവെച്ചിട്ട് നമുക്ക് വെളിപ്പാട് പുസ്തകം പഠിക്കാനായിട്ട് സാധിക്കത്തില്ല. സോ നമ്മളത് ഫോക്കസ് ചെയ്യാൻ പോകുകയാണ്. ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ Revelation chapter 1 verse 1, the revelation of Jesus Christ. The revelation of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാനാണ് കണ്ടതെങ്കിലും കാണുന്നത് ആരുടെ വെളിപ്പാടാണ്? ജീസസിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. സോ വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ദ മെയിൻ തീം ഓഫ് ദ ബുക്ക്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഫോർ എക്സാമ്പിൾ, nowadays people are trying to find out who will be the antichrist, അല്ലേ? ഇപ്പോഴത്തെ ഒരു വലിയ പ്രശ്നമാണ് എതിർക്രിസ്തു. എതിർക്രിസ്തു എന്ന് പറയും. എതിർക്രിസ്തു ആരായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയുള്ള തത്രപ്പാടില്ല എല്ലാവരും നടക്കുന്നത്. ആരായിരിക്കും എതിർക്രിസ്തു? എവിടെ നിന്നായിരിക്കും എതിർക്രിസ്തു വരുന്നത്? അന്തിക്രിസ്തു എന്നുള്ള വാക്ക് തെറ്റാണ്. അന്തിക്രിസ്തു അല്ല, എതിർക്രിസ്തുവാണ്. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ അന്തിക്രിസ്തു എന്ന് വായിക്കുന്നത്. അങ്ങനെയല്ല, എതിർക്രിസ്തുവാണ് ശരിക്കും വരുന്നത്. അപ്പം ഇന്നത്തെ പ്രശ്നം എന്താണ്? ഈ എതിർക്രിസ്തു എവിടുന്നാണ് വരുന്നത്? ആൻറ്റി ക്രൈസ്റ്റ് ആരായിരിക്കും? ഏത് രാജ്യത്തു നിന്നായിരിക്കും? ഇതൊക്കെയാണ് ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദേ ആർ സ്പെൻഡിങ് മോർ ടൈം ടു സ്റ്റഡി അബൌട്ട് ആൻറ്റി ക്രൈസ്റ്റ്. ഓക്കെ, ബട്ട് ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ്? അൺഫോർച്ചുനേറ്റ്ലി ദേ ഫോർഗോട്ട് ടു സ്റ്റഡി അബൌട്ട് ജീസസ് ക്രൈസ്റ്റ് ദ ലോർഡ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കാനോ യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാനോ അല്ല ഒരു സമയം ചെലവഴിക്കുന്നത്. ദേ ആർ സ്പെൻഡിങ് മോർ ടൈം ടു സ്റ്റഡി അബൌട്ട് ആൻറ്റി ക്രൈസ്റ്റ്, ഫ്രം വേർ ഹി ഈസ് കമ്മിങ്, who he is. Okay, from which background he is coming, which community he is going to come. ഇതൊക്കെയാണ് വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത്. Okay, so we need to understand some people are spending more time to discover the time of the coming of Jesus Christ. അല്ലേ? എപ്പോഴാണ് യേശുക്രിസ്തു വരുന്നത്? ഏത് കാലഘട്ടത്തിലായിരിക്കും? എന്നായിരിക്കും യേശുക്രിസ്തു വരുന്നത് എന്നറിയാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ഡിബേറ്റ്സ് ആഫ്റ്റർ ഡിബേറ്റ്സ് നടത്തുക. എന്ന് കർത്താവ് വരും? എന്നത്തേക്കാണ് വരാൻ സാധ്യതയുള്ളത്? ഈ വർഷം വരുമോ? അടുത്ത വർഷം വരുമോ? ഓർ ആഫ്റ്റർ 3 years ആണോ? ആഫ്റ്റർ 10 years ആണോ? ഓർ 2026 തന്നെ സംഭവിക്കുമോ? ഇതെല്ലാം ആൾക്കാർ ചിന്തിച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. But what is happening? Unfortunately, they forgot to prepare themselves for the second coming of Jesus Christ. Okay, ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിൻ്റെ ടൈമിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ച് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനായിട്ട് ഇവർക്ക് സമയം കിട്ടുന്നില്ല. ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ ഇഷ്യൂ. ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ പ്രോബ്ലം ദാറ്റ് വിച്ച് ഈസ് ഹാപ്പനിങ് എമംഗ് ദി ക്രിസ്ത്യൻ സ്കോളേഴ്സ്, ബൈബിൾ സ്കോളേഴ്സ് ഓർ ക്രിസ്ത്യൻ believers, among the Christian believers and leaders. Okay, but the thing that I would like to make very clear, that my suggestion is, let us not argue on the topics, okay, which sometimes concerning the eschatological events and the order of the future events, which has nothing to do with our Christian faith in Jesus Christ. അല്ലേ? ഒരിക്കലും നമ്മൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിച്ച് ഓരോരോ ടോപ്പിക് എടുത്തിട്ട് എന്താണ് എസ്കറ്റോളജിക്കൽ ഈവൻസിനെ കുറിച്ചും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓർഡർ ഓഫ് ദി ഫ്യൂച്ചർ ഈവൻസ്, അതായത് ഏതെല്ലാം സമയങ്ങളിലാണ്, ഏതെല്ലാം രീതിയിലാണ് ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദി ഈവൻസ്, ഫ്യൂച്ചർ ഈവൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടത്തില്ല. നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്ത് എങ്ങനെ നമുക്ക് ബലപ്പെടുത്താൻ കഴിയുമെന്ന് നമുക്ക് അറിയത്തില്ല. വിച്ച് കനോട്ട് അഫക്റ്റ് അവർ എൻട്രൻസ് ടു ഹെവൻ. നമ്മുടെ സ്വർഗത്തിലേക്കുള്ളതായ പ്രവേശനത്തിന് അത് ഒരിക്കലും ബാധിക്കത്തില്ല. കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലേ? സോ ഐ വിൽ ഗിവ് യു വൺ എക്സാമ്പിൾ ഫോർ ദിസ്. മെയിൻലി ദർ ആർ 3 kinds of teachings in the Christendom about second coming of Jesus Christ. അല്ലേ? ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് ഇന്ന് പഠിപ്പിക്കുന്ന കാര്യത്തിനകത്ത് പ്രധാനമായിട്ടും 3 വിധത്തിലുള്ളതായിരിക്കുന്ന ചിന്തകളാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. 3 വിധത്തിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത് ഈ ക്രിസ്ത്യാനിറ്റിക്കകത്ത് തന്നെ. ഒന്ന്, എന്നാണ് കർത്താവ് യേശുക്രിസ്തു വരുന്നത് എന്ന് പറയുന്നുണ്ട്. ചില ആൾക്കാർ പറയും പ്രീ ട്രിബുലേഷൻ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. എന്താ പ്രീ ട്രിബുലേഷൻ എന്ന് പറഞ്ഞാൽ? ജീസസ് വിൽ കം ബിഫോർ
ട്രിബുലേഷൻ ഏതാ? മഹോപദ്രവ കാലഘട്ടം ഉണ്ടാകുന്നതിന് മുൻപേ കർത്താവ് യേശുക്രിസ്തു വരുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ ഇന്ന് നമ്മുടെ ക്രിസ്ത്യാനിറ്റിക്കകത്തുണ്ട്. ഓക്കെ, യേശുക്രിസ്തുവിൻ്റെ വരവ് സംഭവിക്കുന്നത് എന്തിനു മുമ്പായിരിക്കും? ഗ്രേറ്റ് ട്രിബുലേഷന് മുമ്പ്, അല്ലെങ്കിൽ മഹോപദ്രവത്തിന് മുമ്പായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ് ഈസ് മിഡ് ട്രിബുലേഷൻ പീപ്പിൾ. മിഡ് ട്രിബുലേഷൻ, അതായത് ജീസസ് വിൽ കം ഇൻ ദ മിഡിൽ ഓഫ് ദ ട്രിബുലേഷൻ. അതായത് യേശുക്രിസ്തു വരുന്നത് ഈ 7 വർഷത്തെ ട്രിബുലേഷൻ്റെ നടുക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ 3.5 വർഷം കഴിയുമ്പോഴായിരിക്കും യേശുക്രിസ്തു വരുന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ജീസസ് വിൽ കം ഇൻ ദ മിഡിൽ ഓഫ് ദ ട്രിബുലേഷൻ. അവരെ പറയുന്ന പേരാണ് മിഡ് ട്രിബുലേഷൻ എന്നാണ് പറയുന്നത്. മിഡ് ട്രിബുലേഷൻ ആൾക്കാർ. ഒന്നാമത്തത് പ്രീ ട്രിബുലേഷൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ പോസ്റ്റ് ട്രിബുലേഷൻ. പോസ്റ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത് ജീസസ് വിൽ കം ആഫ്റ്റർ ദ ട്രിബുലേഷൻ ഓഫ് 7 years പീരീഡ്. അതായത് 7 വർഷത്തെ മഹോപദ്രവ കാലത്തിന് ശേഷമായിരിക്കും യേശുക്രിസ്തു മടങ്ങി വരുന്നത്. ഈ 3 ചിന്തകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബിലീവിങ് ജീസസ് ഓൾറെഡി കെയിം. യേശുക്രിസ്തു ഓൾറെഡി വന്നു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഇന്നുണ്ട്. ആൻഡ് ദർ ആർ സം പീപ്പിൾ ദേ ബിലീവ് ജീസസ് ഇസ് നോട്ട് അറ്റ് ഓൾ ഗോയിങ് ടു കം അഗെയിൻ. യേശുക്രിസ്തുവിനെ ഒരിക്കലും വരത്തില്ലെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് നല്ല ക്ലാരിറ്റി വേണം. ഓക്കെ, ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അതുകൊണ്ട് ക്ലാരിറ്റി വേണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ സാധിക്കും. സോ ദർ ആർ പീപ്പിൾ ബിലീവിങ് about the second coming of Jesus Christ in different way. Some people believe that Jesus will come before the tribulation. Some people believe that Jesus will come in the middle of the tribulation period. And some people believe Jesus will come after the tribulation of 7 years. And there are some people, group of people believing Jesus already came. Okay, and there are some people believing Jesus is not at all going to come again. So actually, they all have their own reasons. They all have their own Bible verses, references to prove all these arguments. അല്ലേ? ഇവർക്കെല്ലാം, ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം ഏതെങ്കിലും ഒരു വാക്യമെങ്കിലും കാണും. എന്ത്? അവർ പറയുന്ന കാര്യമാണ് ശരിയെന്ന് തെളിയിക്കാനായിട്ട്, പ്രൂവ് ചെയ്യാനായിട്ട് അവരുടെ കയ്യിൽ ഒരു പക്ഷേ ഒരു വാക്യമെങ്കിലും ചിലപ്പം അവരുടെ കൈ കണ്ടേക്കാം. But let me tell you one thing. Very surely, very certainly, one thing is sure, that Jesus will come back to receive his people. Okay? And let Jesus come at any time. But our responsibility is to be prepared for that. അല്ലേ? എന്താണ്? യേശുക്രിസ്തു ഏത് സമയത്തും വന്നോട്ടെ. ചിലപ്പോൾ ഇന്ന് രാത്രി വരാം, നാളെ വരാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം, അടുത്ത വർഷമായിരിക്കാം, എന്തും ആയിക്കോട്ടെ. ഇത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തില്ലേ, കാത്തിരുന്നില്ലേ? Okay, but let us believe that. Let us have that, confidence that, Lord, we are ready for your coming. The time is not sure. Okay, let Jesus come at any time. But my responsibility is to be prepared for the coming of Jesus Christ. Amen. So that is the conclusion for that issues. So these are the 7-fold suggestions and informations which I taught. And I was just thinking about that, and I was thinking to share with you before we enter into the eschatological studies of the book of Revelation. Okay, so book of Revelation പഠിക്കുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് തുടർന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. So now let us all open our Bibles and we are going to read chapter 4 verses 1 to 11. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നമുക്ക് എത്ര സമയമുണ്ടോ അത്രയും സമയം കൊണ്ട് എത്രയും തീർക്കാമോ അത്രയും തീർക്കാം. സോ ചാപ്റ്റർ 4 verses 1 to 11 ഇംഗ്ലീഷിലും വായിക്കാം, മലയാളത്തിലും വായിക്കാം. After this I looked, and there before me was a door standing open in heaven. And the voice I had first heard speaking to me like a trumpet said, "Come up here. I will show you what must take place after this." At once I was in the Spirit, and there before me was a throne in heaven with someone sitting on it. And the one who sat there had the appearance of jasper and carnelian. A rainbow resembling an emerald encircled the throne. Surrounding the throne were 24 other thrones, and seated on them were 24 elders. They were dressed in white and had crowns of gold on their head.
From the throne came flashes of lightning, rumblings, and peals of thunder. Before the throne, 7 lamps were blazing. These are the 7 spirits of God. Also, before the throne, there was what looked like a sea of glass, clear as crystal. In the center, around the throne, were 4 living creatures, and they were covered with eyes in front and in back. The first living creature was like a lion, the second was like an ox, the third had the face like a man, the fourth was like a flying eagle. Each of the 4 living creatures had 6 wings and was covered with eyes all around, even under his wings. Day and night they never stopped saying, Holy, holy, holy is the Lord God Almighty, who was and is to come. Whenever the living creatures give glory, honor, and thanks to him who sits on the throne and who lives forever and ever, the 24 elders fall down before him who sits on the throne and worship him who lives forever and ever. They lay their crowns before the throne and say, You are worthy, our Lord and God, to receive glory and honor and power, for you created all things, and by your will they were created and have their being. Yes. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശൻ. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശമായൊരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന് മുൻപിൽ പളിങ്കിനൊത്ത കണ്ണാടിക്കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുൻപുറവും പിൻപുറവും കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഒന്നാം ജീവി സിംഹത്തിന് സദൃശം. രണ്ടാം ജീവി കാളയ്ക്ക് സദൃശം. മൂന്നാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്. നാലാം ജീവി പറക്കുന്ന കഴുകിന് സദൃശം. 4 ജീവികളും ഓരോന്നിന് 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും. Okay, so we have only few minutes to complete, but I know that we are not able to complete that portion tonight. But at the same time, we'll just start. Okay, so we need to understand actually chapters 4, 5, 20, 21, 22. These are the most favorite chapters for a normal Christian. ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ചില അധ്യായങ്ങളാണ് ഇതിനകത്ത്. ഈ 4 തൊട്ട് 22 വരെ ഉള്ളതിനകത്ത് 4-ാമത്തെ അധ്യായം, 5-ാമത്തെ അധ്യായം, 20-ാമത്തെ അധ്യായം, 21-ാമത്തെ അധ്യായം, 22-ാമത്തെ അധ്യായം, ഇതെല്ലാം ഒത്തിരി സന്തോഷം തരുന്ന അല്ലെങ്കിൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ചില ചാപ്റ്റേഴ്സാണ്. Because people are always happy to hear from these chapters, because these chapters are giving some explanations about or highlights about heaven, what is heaven, how is heaven, and the church in heaven, millennial kingdom, eternity. ഇതെല്ലാം സംസാരിക്കുന്ന അധ്യായങ്ങളാണ് ഈ ചാപ്റ്റേഴ്സ്. അതുകൊണ്ട് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. But at the same time, chapters 6 to 18, 6 തൊട്ട് 18 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങൾ, which explains about the great tribulation period and the wrath of God. അപ്പം 6 തൊട്ട് 18 വരെയുള്ളതായിരിക്കുന്ന അധ്യായങ്ങളിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നതറിയാമോ? എന്താണ്? ഗ്രേറ്റ് ട്രിബുലേഷൻ, മഹോപദ്രവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കോപത്തെക്കുറിച്ചുമൊക്കെയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. സോ
usually we believers don't want to know about all those things. But there is no problem. We need to cover all the chapters of this book at this. Okay. So before we go to chapter 4, let us know something about the nutshell of the outline of the book of Revelation on the basis of chapter 1 verse 19. Okay. അതായത് ഈ ചാപ്റ്റർ 1 വേഴ്സ് 19 വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ തുടക്കം കാണാൻ സാധിക്കുന്നത്. ഒന്ന് വായിച്ച് ചാപ്റ്റർ 1 വേഴ്സ് 19. ചാപ്റ്റർ 1 വേഴ്സ് 19. Very quickly. Yeah. 1:19. Write therefore what you have seen, what is now, and what will take place later. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്തെല്ലാം സംഭവിക്കുന്നത്. ഏതാ ഈ ചാപ്റ്റർ 22 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതിനകത്തെല്ലാം നമ്മൾ കാണാൻ സാധിക്കുന്ന 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് തിങ്, the 3 things are there in the vision. What is that? The things which you have seen. നീ കണ്ട കാര്യങ്ങൾ. യോഹന്നാനോട് പറയാണ് നീ കണ്ട കാര്യങ്ങൾ. ഓക്കെ, എന്താണ് കണ്ടത്? The vision of glorified Jesus Christ. മഹത്വീകരിക്കപ്പെട്ടതായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന ദർശനമാണ് ഒന്നാമതായി കാണുന്നത്. സെക്കൻഡ് തിങ്, the things which are ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. What is that? The condition of the church. അന്നുണ്ടായിരുന്ന സഭകളുടെ അല്ലെങ്കിൽ ഇന്നത്തെ സഭകളുടെയും കണ്ടീഷൻ എന്താണ്, അവസ്ഥ എന്താണ്, ഇതാണ് ഇപ്പോൾ ഉള്ളത്. And the third thing is things which will take place after these things. ഇതിനൊക്കെ ശേഷമായിട്ട് ഇനി സംഭവിക്കാനിരിക്കുന്നത്. the future things, or you can call it as a eschatological events. അതേതാണ്? 4-ാം അധ്യായം മുതൽ 22-ാം അധ്യായം വരെ. നോക്കിയേ, അപ്പോൾ ആദ്യമേ നമ്മൾ കാണാൻ പോകുന്നത് എന്തായിരിക്കും? The vision of glorified Jesus Christ ആണ്. മഹത്വീകരിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ് the things which you have seen. നീ കണ്ടത്. The second thing is the things which are ഇപ്പോഴുള്ളത്, അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. The condition of the church. And the third thing is going to be the things which will take place after these things. ഇവയ്ക്കെല്ലാം ശേഷമായിട്ട് സംഭവിക്കാൻ പോകുന്നത് the future things അല്ലെങ്കിൽ എസ്കറ്റോളജിക്കൽ ഈവൻസ്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. Let us pray.